വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും അവിടെ എന്തെല്ലാം കാണിക്കുന്നത്. ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം. അപ്പൊ അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ വ്യക്തിപരം. കൊച്ചൊരു പാവം കൊച്ചാ, അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. അങ്ങനെ മല്ലികാമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ടവർക്ക് എല്ലാവർക്കും കിട്ടിയെന്നാണ് ഈ ഒരൊറ്റ ഇന്റർവ്യൂ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത്. കൊള്ളേണ്ടവർക്ക് മുഴുവൻ കൊടുത്തിട്ടുണ്ട് മല്ലികാമ്മ. അത് ഡ്രസ്സിങ്ങിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും PR-ന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതിനും വയറ് നിറച്ച്, അതായത് ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ മല്ലികാമ്മ. പക്ഷേ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആരൊക്കെയാണ് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് അവർക്കൊക്കെയുള്ള കൊട്ടാണ് ഇതെന്ന് അവിടെ മല്ലികാമ്മ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. മല്ലികാമ്മ അനുമോളെ കുറിച്ചാണ് പറയുന്നത്. അനുമായിട്ട് വർഷങ്ങളുടെ ബന്ധമുണ്ട് മല്ലികാമ്മയ്ക്ക്, ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സീരിയലിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് പറയാണ് അനുമോള് എത്രത്തോളം പാവമാണ് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പിന്നെ ഈ പ്രായത്തിൻ്റെതായ കുറച്ച് ചാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. എന്നിരുന്നാൽ പോലും അനു മിണ്ടിയാൽ കരയുന്ന ഒരു കക്ഷിയാണ്. അതുപോലെ തന്നെ വീടിന് വേണ്ടി കഷ്ടപ്പെടുകയും ചെറിയ തുകകൾക്ക് ഉദ്ഘാടനത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാധാരണക്കാരി കുട്ടിയാണ്. അങ്ങനെ 10-16 ലക്ഷമൊക്കെ PR കൊടുത്തിട്ട് പോകാനാണെങ്കിൽ ഒരു 25 ലക്ഷം രൂപ PR ഞാനും കൊടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്നെ വിജയിപ്പിക്കോ എന്നാണ് മല്ലികാമ്മയുടെ ചോദ്യം. ഇത് മാത്രമല്ല, PR-നെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി മല്ലികാമ്മ പറയുന്നുണ്ട്. അല്ല, ഈ 16 ലക്ഷം PR കൊടുത്തു എന്ന് പറയുന്നവരുണ്ടല്ലോ, അത് വീണ്ടും വീഡിയോയിലൊക്കെ വന്നിരുന്ന് വിളിച്ച് പറയുന്നവര്, സത്യത്തിൽ അവരാണ് അതിലും കൂടുതൽ തുകയ്ക്ക് PR കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് തോന്നിയത് എന്ന് മല്ലികാമ്മ ഒരു ഡയലോഗും കൂടി അവിടെ പറയുന്നുണ്ട്. അപ്പൊ കിട്ടേണ്ടവർക്കെല്ലാം കിട്ടി ബോധിച്ചു എന്നാണ് ഞാൻ ഈ വിഷയത്തിൽ വിചാരിക്കുന്നത്. മറ്റൊന്ന് ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. ചിലരൊക്കെ അവിടെ ഡ്രസ്സ് ചെയ്ത് ഇരിക്കുന്ന കാണുന്ന സമയത്ത് ചുറ്റും എല്ലാവരും ഇരിക്കുന്ന വട്ടം കൂടി ഇരിക്കുന്ന സമയത്ത് എനിക്കത് കുറച്ച് ഡിസ്റ്റർബൻസ് ആയി തോന്നി. ഇത്രയും പേരുടെ മുന്നിൽ ആ ഒരു ഡ്രസ്സിങ് ഓരോരുത്തരുടെയും പേഴ്സണൽ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഈ ഒരു ചെറിയ വിഷയം എനിക്കത് കുറച്ച് കാണുന്ന സമയത്ത് അയ്യോ ഇവരെങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചിലരൊക്കെ എന്നും മല്ലികാമ്മയോട് പറയുന്നുണ്ട്. അതും ചിലർക്കുള്ള മറുപടിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ മല്ലികാമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു മത്സരാർത്ഥി എന്ന് പറയുന്നത് ഷാനവാസ് ആണ്. ഷാനവാസ് ഭയങ്കര പാവമാണ്. അതുപോലെ തന്നെ ഷാനവാസ് പല കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ അനീഷിനെ കുറിച്ചും പറയുന്നുണ്ട്. അനീഷ് പാവമാണെന്ന് തോന്നും ചില സമയത്ത്. അനീഷ് പാവം തന്നെയാണോ, ഇത് ഒറിജിനൽ ആണോ എന്നൊരു സംശയവും മല്ലികാമ്മയ്ക്ക് തോന്നും എന്നൊരു കാര്യം പറയുന്നുണ്ട്. ഇത് മുൻപ് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൽ മല്ലികാമ്മ പറയുന്നുണ്ട് ഷാനവാസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത്. അനുമോൾ പിന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഷാനവാസിനെ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഷാനവാസിനോടാണ് കൂടുതൽ ഇഷ്ടം മല്ലികാമ്മയ്ക്ക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അനുമോളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അനുവിന്റെ ക്യാരക്ടറിനെ കുറിച്ച്, അനുമോൾ ഇപ്പൊ അനുഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച്, അനുവിനെതിരെ സംസാരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നവര് എന്തിനാണ് ഇങ്ങനെ ആണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എന്തിനാണ് ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നത്? ഇവർക്കൊക്കെ എന്താണ് പ്രശ്നം? അനു വിജയിച്ചതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. എന്താണ് PR ഇല്ലാത്തവരാരുണ്ട്? PR ഇനിയിപ്പോ കൊടുത്താൽ തന്നെ അതുകൊണ്ട് മാത്രം വിജയിക്കും. ഈ ആണുങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ അനുവിനെ കുറ്റം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല കേട്ടോ, മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ പറയുന്നതിൽ നമുക്ക് വിചാരിക്കാം അസൂയും കുശുമ്പും കുനിഷ്ടൊക്കെയാണെന്നുള്ളത്. പുരുഷന്മാർ പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന്. അപ്പോ സ്ത്രീകൾ, അതായത് കൂടെയുള്ളവരെ കുറച്ച് പേരൊക്കെയാണ് അവിടെ ഉദ്ദേശിച്ചത് മല്ലികാമ്മ. അവർക്ക് എല്ലാവർക്കും നല്ല അസൂയും കുശുമ്പുണ്ടെന്നുള്ളത് അവിടെയും എടുത്തു പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൊള്ളേണ്ടവർക്കെല്ലാം കൊള്ളുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ ഇതിനെതിരെ മല്ലികാമ്മയ്ക്കെതിരെ ആരെങ്കിലും വീഡിയോ ആയിട്ട് വരുമോന്നാണ് ഇപ്പൊ എന്റെ സംശയം. എന്താ വെച്ചാൽ ഡ്രസ്സിങ്ങിനെ കുറിച്ചും PR-നെ കുറിച്ചും മൊത്തത്തിൽ അവരുടെ ഡയലോഗുകൾ മല്ലികാമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലർക്കും അത് കൊണ്ടതുകൊണ്ട് ഇനി മല്ലികാമ്മയ്ക്കെതിരെ ആരെങ്കിലും വീഡിയോയോ ഡയലോഗൊക്കെ ആയിട്ട് വരുമെന്നുള്ളത് കണ്ടറിയണം. എന്താ വെച്ചാൽ മല്ലികാമ്മയെ എല്ലാവർക്കും ഒത്തിരി പേടി ഉണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഇത്രയും സെലിബ്രിറ്റിയും ഇത്രയും വലിയൊരാളെ കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോ എല്ലാവരും കയറി മല്ലികാമ്മ ഒന്ന് ചൊറിഞ്ഞതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ ഡയമണ്ട് റിംഗ്. ചിത്ര ചേച്ചി നൽകിയ, അനുമോൾക്ക് നൽകിയ ഡയമണ്ട് റിംഗിന്റെ കാര്യം. ഇപ്പൊ അതിനെ കുറിച്ചുള്ള വന്നിട്ടുണ്ട്. ഫിനാലയിൽ ചെല്ലുമ്പോ ചിത്ര ചേച്ചിയുടെ നീസ് അനുമോൾക്ക് ഒരു ബൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ചിത്ര ചേച്ചിക്ക് അത് സാധിച്ചില്ല. കാരണം നീസ് ഭയങ്കര ഫാനാണ് അനുമോളുടെ. അങ്ങനെ ചിത്രേച്ചി പറഞ്ഞു, ചിത്രേച്ചിയുടെ കൈ കിടന്ന സ്വറോസ്കി സ്റ്റാൻഡേർഡ് മോതിരമാണ് അനുമോൾ കൂരി കൊടുത്തത്. ഐ എം വൗച്ചിങ് ഫോർ ദാറ്റ് റൈറ്റ് നൗ കേട്ടോ.
ആ മിഥുൻ തന്നെയാണ് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ദുബായിലേക്കാണ് ഇപ്പോ അനുമോള് പോയിട്ടുള്ളത്. അവിടെ വെച്ചാണെന്ന് തോന്നുന്നു ഇപ്പൊ മിഥുൻ അങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്ര ചേച്ചി അത് കൊടുത്തത് ഡ്യൂപ്ലിക്കേറ്റ് റിംഗ് ആണ്, അതുപോലെ തന്നെ അനുമോൾ അത് ചോദിച്ചു വാങ്ങിയതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുമോൾക്കെതിരെയും ചിത്ര ചേച്ചിക്കെതിരെയും ഒക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അനുമോൾക്കെതിരെയാണ് വന്നിട്ടുള്ളത്. നാണാവില്ലേ ഇങ്ങനെ ചിത്ര ചേച്ചിയുടെ അടുത്ത് എനിക്ക് സമ്മാനം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനായിട്ട്, നാണാവില്ലേ ഇതുപോലെ ഇങ്ങനെ കെഞ്ചി ചോദിച്ചോണ്ട് വാങ്ങിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് അനുമോൾക്കെതിരെ വീഡിയോ ചെയ്യുന്ന എന്താ പറയാ അത്രയും ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് വരെ അനുമോളെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോ ക്ലാരിഫിക്കേഷൻ തന്നിരിക്കുകയാണ് മിഥുൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചിത്ര ചേച്ചിയുടെ നീസിന് അനുമോളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഫിനാലയിൽ അന്ന് അവിടെ അനുമോൾക്ക് അവിടെ ഒരു ബൊക്കെ കൊടുക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിത്ര ചേച്ചിയുടെ അടുത്ത്. പക്ഷേ ചിത്ര ചേച്ചിക്ക് അതിന് സാധിച്ചില്ല. അപ്പോഴാണ് നമ്മുടെ സ്റ്റാർ സിംഗറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വരുന്നത്. അപ്പൊ അനുമോൾക്ക് ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ സമ്മാനം കൊടുക്കും എന്നൊക്കെ അവിടെ മിഥുൻ തന്നെയാണ് വെറുതെ തമാശ രീതിയിൽ പറഞ്ഞത്. ജയിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ സമ്മാനം എന്ന് ചോദിച്ച സമയത്താണ് ചിത്ര ചേച്ചി ആ ഡയമണ്ട് റിംഗ്, ലക്ഷങ്ങൾ വിലയുള്ള, അത് എന്ത് ഇതാണ് റിംഗ് ആണെന്ന് മിഥുൻ തന്നെ പറയുന്നുണ്ട്, ലക്ഷങ്ങൾ വിലയുള്ള ആ ഡയമണ്ട് റിംഗ് അനുമോൾക്ക് ഊരി കൊടുത്തത്. അതായത് അന്ന് കൊടുക്കാൻ പറ്റാത്ത ആ ഒരു സമ്മാനത്തിന് പകരമായിട്ടാണ് ചിത്ര ചേച്ചി അനുമോൾക്ക് അത് കൊടുത്തത്. അപ്പൊ അനുമോളോട് അത്രയും ഇഷ്ടം ചിത്ര ചേച്ചിക്കും അല്ലെങ്കിൽ ചിത്ര ചേച്ചിയുടെ ഫാമിലിയിലുള്ളവർക്കും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് പോലെയാണ് അനുമോൾക്ക് ആ ഒരു ഡയമണ്ട് റിംഗ് കൊടുത്തത്. അതിനെ എന്തൊക്കെ പുകിലായിരുന്നു. അനുമോള് കെഞ്ചി വാങ്ങി, അനുമോളെ പറ്റിച്ചു, ഡയമണ്ട് റിംഗ് അല്ലാതെ വെറും ഡ്യൂപ്ലിക്കേറ്റ് റിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പൊല്ലാപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ അനുമോൾക്ക് മിഥുനെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മിഥുന്റെ മുന്നേ വെച്ചിട്ട് ആ ഒരു കാര്യം സംസാരിച്ചത്. മിഥുൻ എനിക്കിതിനൊരു ക്ലാരിഫിക്കേഷൻ തരണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുൻ അവിടെ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയത്. പിന്നെ നമ്മുടെ പ്ലാച്ചി, അനുമോളുടെ പ്ലാച്ചി കൂടാത്രത്തെ കുറിച്ചും അവിടെ ചോദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത്. ഈ പ്ലാച്ചിയിൽ ശരിക്കും കൂടാത്ര ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അനുമോള് കളിയാക്കിക്കൊണ്ടും ചിരിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതൊക്കെ ഇക്കാലത്ത് വിശ്വസിക്കുന്നുണ്ടോ ഈ പ്ലാച്ചിയിലൊക്കെ കൂടോത്ര ഉണ്ടെന്നുള്ളത്? ഞാൻ അവിടെ ചെന്നിട്ട് ഈ പ്ലാച്ചിനെയും കൊണ്ട് പോയത് ബിഗ് ബോസ് ടീമിനോട് ചോദിച്ചിട്ടാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും എടുത്ത് കൈപിടിക്കാമെന്ന് അവർ പറഞ്ഞ സമയത്ത് ഫാമിലി ഫോട്ടോ എടുത്ത് കൈപിടിക്കാൻ ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചില്ല. പിന്നെ എന്ത് കൊണ്ടുപോകാം എന്നുള്ള ഒരു ഇത് വന്ന സമയത്താണ് ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവയുണ്ട് അതെടുത്ത് കൈപിടിച്ചോട്ടെ ചോദിച്ചപ്പോൾ അവരത് സമ്മതിച്ചു. അപ്പോ എങ്കിൽ പിന്നെ അത് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നു. അതും എനിക്ക് തുടക്കത്തിലൊന്നും കിട്ടിയില്ല. പിന്നെ ഇവരെ സാധനങ്ങൾ മുഴുവൻ കിട്ടിയ സമയത്താണ് പ്ലാച്ചിയെ കിട്ടിയത്. അത് കിട്ടിയ സമയത്ത് ഞാനത് കൂടെ കൊണ്ട് നടന്നു. അല്ലാതെ അപ്പാനീരുടെ അടുത്ത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ എന്നത് പിടിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്ന, ശപിക്കുന്ന, അതൊക്കെ വെറും തമാശയ്ക്ക് ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ്. പക്ഷെ അതും വെച്ചുകൊണ്ട് അതിലിപ്പോ കൂടോത്രണ്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ അത് വെച്ചിട്ടാണ് എല്ലാവരും പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് വിശ്വസിക്കുക? എനിക്കത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. ഞാൻ എവിടെ പോകുമ്പോഴും അത് കൊണ്ട് നടക്കും. ഇപ്പോ ആ വിദേശത്തേക്ക് പോയ സമയത്ത് പോലും അനുമോളുടെ കയ്യിൽ അതുണ്ട് എന്നാണ് അനുമോൾ പറയുന്നത്. അത്രയും ഇഷ്ടത്തോടെ കൊണ്ടു നടക്കുന്ന ഒരു കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സംഭവം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം നമ്മൾ കൂടെ കൊണ്ട് നടക്കില്ല, അതുപോലെ കൊണ്ട് നടക്കുന്ന ഒന്ന്, അതിനെയാണ് ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോൾ തന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. സംഭവം ശരിയാണ്. ഇക്കാലത്ത് ഇതൊക്കെ വിശ്വസിച്ച് ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആൾക്കാർ വീഡിയോ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് തമാശയായിട്ടാണ് തോന്നിയിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ വിശ്വസനീയമായ കാര്യമാണോ എന്നുള്ളത്. ഇത് ഇക്കാലത്ത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു കാലത്ത് ഇതൊക്കെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ? ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. എന്തായാലും എനിക്ക് അക്കാര്യത്തിൽ യാതൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അനുമോള് സീസൺ 7 വിജയമാവുകയും ചെയ്തു. അവിടെ അനുമോള് അതിന്റെ ആഘോഷത്തിലും അതിന്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അനുമോൾ ഇങ്ങനെ നടക്കാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അനുമോൾ കണ്ടന്റ് തീരുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം മറ്റൊന്നല്ല, സോഷ്യൽ മീഡിയയിൽ അനുമോൾക്കെതിരെ വീണ്ടും ഓരോരോ കണ്ടന്റുകൾ വരും. PR വിനുവുമായിട്ട് തെറ്റിയെന്നായിരുന്നു മറ്റൊരു കണ്ടന്റ്. അവർ തമ്മിൽ ഒരു കുഴപ്പമില്ല എന്ന് കാണിക്കാൻ വിനു തന്നെ അവസാനം വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അനുവിനെതിരെ, അല്ലെങ്കിൽ അനു അത് ചെയ്തു, അനു ഇത് ചെയ്തു, അനു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങോട്ട് പറയുന്നതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നത്. അനുമോൾ കൂടുതൽ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും പല വിഷയങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് അതുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്യേണ്ടി വരുന്നത്. എന്തായാലും ഇപ്പോ ഇത്രയും വർഷം അനുമോളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പേരും തന്നെ അനുമോൾക്ക് സപ്പോർട്ടുമായിട്ട് വന്നിട്ടുണ്ട്.
അനുമോളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവരും തന്നെ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പരിചയമുള്ള എല്ലാവരും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ തന്നെ, അത് ആ ബിഗ് ബോസിൽ നിൽക്കുന്ന സമയത്തും സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, ഇത്രയും വർഷമായിട്ടും ആ കുട്ടിയെ അറിയാവുന്നവർക്ക് ആ കുട്ടിയുടെ യഥാർത്ഥ സ്വഭാവം എന്ത്, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് സ്വഭാവം എന്താണെന്ന് അനു എന്താണെന്നും അവർക്ക് മനസ്സിലാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അനുമോളെ ഇത്രയും സപ്പോർട്ട് ചെയ്തവർ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മല്ലികാമയെ പോലെയുള്ള ഒരാൾക്കൊന്നും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്റർവ്യൂവിൽ വന്ന് സംസാരിക്കേണ്ട ആവശ്യമില്ല. അനുമോളൊക്കെ വെറും ചെറിയൊരു ആക്ട്രസ്, അത് സിനിമയിലൊന്നും കാര്യമായിട്ട് മുഖം കാണിക്കുക ഒന്നും ചെയ്തിട്ടില്ല, സീരിയലിൽ ജസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട് എന്നല്ലാതെ. അപ്പൊ അങ്ങനെയുള്ള അനുമോളെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇപ്പോ മല്ലികാമയെ പോലെ ഇത്രയും വലിയൊരു ആൾക്കൊന്നും സംസാരിക്കേണ്ട യാതൊരു ആവശ്യകതയില്ല അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ മല്ലികാമയൊക്കെ അനുമോൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അനുമോളോട് അത്രയും ഇഷ്ടവും അനുമോൾ അത്രയും മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. എന്നിട്ടും ഇപ്പോഴും കുറെ പൊട്ടന്മാർക്കും പൊട്ടത്തികൾക്കും അനുമോളെ കുറ്റപ്പെടുത്താനും അനുമോള് PR കൊണ്ട് ജയിച്ചെന്ന് പറയാനും വേണ്ടി മാത്രം നടക്കുന്ന കുറേ ഉണ്ട്. എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും സാധിക്കാത്ത കുറേ എണ്ണം. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, നന്നാവില്ല, അല്ലെങ്കിൽ എന്നെ തല്ലണ്ട അമ്മാവ എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ആ വിഷയത്തിലേക്ക് നോക്കിയിട്ട് യാതൊരുവിധ കാര്യമില്ല.